മദ്യപിച്ച വാഹനം ഓടിച്ച ഇൻഫ്ലുവൻസർ SR ധന്യ ഹെലനോസ് പാട്ട എന്നാണ് SR ധന്യ അറിയപ്പെടുന്നത്. വലിയ പ്രമുഖയായ ഇൻഫ്ലുവൻസറാണ്. അണങ്കൂരിൽ കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ FIR-ൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നാഷണൽ ഹൈവേ 66-ൽ റോഡിന് നടുവിൽ ഈ വാഹനം നിർത്തിയിട്ടുന്നു. ഇത് കണ്ട് പോലീസുകാർ വന്ന് നോക്കുമ്പോൾ വാഹനം അമിത വേഗത്തിൽ ഓടിച്ചു പോകുന്നു. പിന്നീട് പോലീസ് ഇവരെ പിന്തുടർന്ന് ബന്ദിയോടുള്ള ഭഗവതി നഗറിൽ വെച്ച് പോലീസ് പിടികൂടുന്നു. പോലീസ് പിടികൂടി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഇൻഫ്ലുവൻസർ ഈ ധന്യ വാഹനം ഓടിച്ചത് മദ്യപിച്ചുകൊണ്ടാണെന്നുള്ള പരിശോധനയിൽ 86 കാണിച്ചുവെന്ന് ഇതിൽ പറയുന്നുണ്ട്. പിന്നീട് നമുക്കറിയാൻ കഴിയുന്നത് ഈ വാഹനം അടക്കം വിട്ടു നൽകിയിട്ടുണ്ട്. ഫൈൻ ഈടാക്കിയതിനു ശേഷം വിട്ടു നൽകിയിരിക്കുകയാണ്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനൊക്കെ വിളിച്ചിരുന്നു. പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ അവർ തയ്യാറായിട്ടില്ല. ഈ വാർത്ത നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഖാദർ കരിപ്പൊടിയുടെ ആ ഒരു ഇഷ്യൂ കഴിഞ്ഞു വരുന്നതേ ഉള്ളൂ. അന്നേരമാണ് ഹെലനോസ് പാട്ടയെ പോലീസ് ബുക്ക് ചെയ്ത്. അതായത് പോലീസ് പിടിച്ചു എന്നൊക്കെ പറയുന്നു. പോലീസ് പിടിച്ചുകൊണ്ടേ ജയിലിലിട്ടിട്ടോ അങ്ങനെ ഒന്നുമില്ല. ഒരു പാർട്ടി കഴിഞ്ഞിട്ട് വന്ന സമയത്ത് ഹെലനോസ് പാട്ട, അതായത് ധന്യ എന്നാണ് പേരെങ്കിലും എല്ലാവർക്കും യൂട്യൂബിൽ അറിയപ്പെടുന്നത് ഹെലനോസ് പാട്ട എന്ന് പറയുന്ന പേരിലാണ് യൂട്യൂബിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഹെലൻ ഞാൻ പറയുന്നുള്ളൂ ഈ ഒരു വീഡിയോയിൽ. അപ്പം ഇങ്ങനെ ഒരു പാർട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് ബിയർ കഴിച്ചു എന്നാണ് ഹെലൻ പറയുന്നത്. അപ്പം പോലീസുകാരെ കണ്ട സമയത്ത് ഒരു യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ ഇതൊരു വലിയ പ്രശ്നമാകും എന്ന് തോന്നിയപ്പോൾ പോലീസിനെ വെട്ടിച്ചങ്ങ് സ്പീഡിൽ അങ്ങ് പോയി. വീടിന്റെ ഫ്രണ്ടിൽ ചെന്ന് നിർത്തിയപ്പം പുറകെ വന്ന പോലീസുകാരെ ഹെലന് പെറ്റി കൊടുക്കുകയും അതുപോലെ തന്നെ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും കുറെ ഉപദേശങ്ങൾ കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മളെ ഊതിക്കുമല്ലോ നമ്മൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ ന്യൂസിലൊക്കെ വന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബറും ഇൻഫ്ലുവൻസറും ആയിട്ടുള്ള ഹെലനോസ് പാട്ട. എവിടുന്നാണ് ഈ ഇൻഫ്ലുവൻസർ എന്നുള്ള പേര് വന്നത്? ഈ മാധ്യമങ്ങളാണ് എല്ലാ യൂട്യൂബേഴ്സിനെയും ഇൻഫ്ലുവേഴ്സ് ആക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇൻഫ്ലുവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം കൊണ്ടോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടോ നമ്മുടെ ജീവിതത്തിനെ അത് ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കണം. അങ്ങനെ ഒന്നും ചെയ്യാത്ത കുറെ യൂട്യൂബേഴ്സിനെ പിടിച്ചിട്ട് ഇൻഫ്ലുവേഴ്സ് ആക്കുവാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പുതിയൊരു യൂട്യൂബർ ആണെങ്കിൽ ഒരു 10,000, 20,000, 30,000 ഒക്കെ ഉള്ളവരാണല്ലോ ആത്മഹത്യ ചെയ്യുവോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രണയ കാര്യങ്ങളിൽ കുടുങ്ങി എന്തെങ്കിലും ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമയത്തും പറയുന്നത് യൂട്യൂബറും ഇൻഫ്ലുവൻസറുമായ എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഇപ്പൊ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു, ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മുടേതായ അഭിപ്രായങ്ങൾ വന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന എല്ലാവരും ഇൻഫ്ലുവേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാനും ഇൻഫ്ലുവേഴ്സ് ആണല്ലോ. പക്ഷെ ഞാൻ അങ്ങനെ പറയത്തില്ല കേട്ടോ. യൂട്യൂബിൽ തന്നെ ഇൻഫ്ലുവേഴ്സ് എന്ന് പറയുന്ന ലേബിൾ കിട്ടാൻ പാകത്തിനുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരെ ഒന്നും ഇൻഫ്ലുവേഴ്സ് ആരും വിശേഷിപ്പിക്കത്തില്ല. ഇങ്ങനെയുള്ള കുറച്ച് പേരെ മാത്രം ഇൻഫ്ലുവേഴ്സ്. ഇപ്പൊ ഹെലൻ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഹെലൻ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രതികരിച്ചിട്ടൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറെ ബാഡ് വേർഡ്സ് ഉപയോഗിക്കുക അല്ലെങ്കിൽ കുറെ അവരെയൊക്കെ ഒരുമാതിരി 1-2 തെറികളൊക്കെ പറയുക. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ തന്നെ ഒരുപാട് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കിട്ടും. അതുപോലെ തന്നെ ഒരു കണ്ടന്റ് നമ്മൾ എടുക്കുമ്പോൾ ആ കണ്ടന്റിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കാതിരുന്ന് സംസാരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേനും വലിയൊരു ഇൻഫ്ലുവൻസർ ആയി എന്നാണോ പറയാൻ പറ്റുക. അതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ജാസിയായിട്ട് ഓരോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ജാസി ഒരു വീഡിയോ ഇടുന്നു, ഹെലൻ ഒരു വീഡിയോ ഇടുന്നു. അപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങൾ നടന്ന സമയത്ത് ഇപ്പൊ ഹെലൻ ഇപ്പൊ ഒരു കേസിൽ പെട്ടു അല്ലെങ്കിൽ ഇങ്ങനെ പെറ്റ് കെട്ടി പോലീസ് പിടിച്ചു എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത വന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ജാസിയാണ്. ഇൻസ്റ്റഗ്രാം തുറന്നാലേ ഫുള്ളും ജാസിയാണ്. എല്ലാവരും ജാസിയെ മെൻഷൻ ചെയ്യുന്നത്. കാരണം ഹെലൻ ഒരുപാട് ഇട്ട് അലക്കിയിട്ടുണ്ട് ജാസിനെ. അതുകൊണ്ട് തന്നെ ഹെലന്റെ വീഡിയോ ചെയ്യുന്ന എല്ലാവരുടെയും അവിടെ കമന്റ് സെക്ഷനിൽ ജാസിയെ ആൾക്കാർ മെൻഷൻ ചെയ്യുന്നു. അതുപോലെ ജാസി തന്നെ ഒരാളുടെ വീഡിയോയിൽ വന്ന് കമന്റ് ചെയ്യുന്നു, ഇത് കർമ്മയാണ്, അതുപോലെ തന്നെ ഒരുപാട് ആ കുട്ടി എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, അതിന് കിട്ടിയതാണ്, ഇതൊക്കെ കാണുന്നത് റബ്ബുണ്ട്, അങ്ങനെയുള്ള രീതിയിൽ വന്ന് ജാസിയും കമന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ജാസിയുടെ അക്കൗണ്ടിൽ തന്നെ ഒരു വീഡിയോ ഇതിനെപ്പറ്റി ചെയ്തിട്ടുമുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടിട്ട് വന്നാലോ? ആരും എന്നെ ടാഗ് ചെയ്യണ്ട, ആരും എന്നെ മെൻഷൻ ചെയ്യണ്ട. നിങ്ങളെപ്പോലെ ഞാനും അത് കണ്ടു. ഒരിക്കലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ എല്ലാവരും പറഞ്ഞു ജാസി എന്തായാലും വീഡിയോ ചെയ്യണം. അപ്പോൾ എനിക്കും തോന്നി ചെയ്യാം, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും കേട്ടതുപോലെ ഞാനും കേട്ടു. ഹെലനോസ് പാട്ട എന്ന് പറഞ്ഞ ധന്യ മദ്യപിച്ച് കാർ ഓടിച്ചതിന്റെ പേരിൽ ഫൈൻ കിട്ടിയെന്നും അതിന് എന്തൊക്കെയാണ് സത്യാവസ്ഥ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ധന്യയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഹെലനോസ് പാട്ടയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നെ വലിച്ച് ചീന്തി എന്റെ തള്ളക്കും തന്തക്കും വിളിച്ച് പൊങ്കാലിട്ടായിരുന്നു ഈ പറഞ്ഞ കുട്ടി.
അല്ലേ? പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. കാരണം എൻ്റെ വീട്ടിലും എൻ്റെ കുടുംബത്തും എൻ്റെ അച്ഛനും അമ്മയും ഒന്നും എന്നെ അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളത്. തെറി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ തെറി ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ധന്യ, ഇത് നിനക്കാണ്. ഒരുപാട് നീ എന്നെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വിളിക്കുന്ന ദൈവത്തിന് അല്ലെങ്കിൽ എൻ്റെ പടച്ചോന് ശക്തിയുണ്ട്. അതാണ് ഇപ്പോൾ ഇങ്ങനെ കാണിച്ചത്. കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് മോളെ. ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് വേണമെങ്കിൽ നീ പറഞ്ഞതുപോലെ ഒരുപാട് ഹട്ടഹിച്ചിട്ടും പരിഹസിച്ചിട്ടും ഒക്കെ വീഡിയോ ചെയ്യാം. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു റീച്ചോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, എൻ്റെ ഫോളോവേഴ്സ് കൂട്ടാനോ എനിക്ക് അത് ചെയ്യുന്ന ആവശ്യമില്ല. നല്ല കോമഡി വീഡിയോസും നല്ല വീഡിയോസും ചെയ്താൽ ആൾക്കാർ ഏറ്റെടുക്കും. പിന്നെ നീ പറഞ്ഞു ആഷിന്റെയും എന്റെയും ബന്ധം. സ്വന്തം വീട്ടിൽ നിന്ന് അച്ഛനും അമ്മനും ഉപേക്ഷിച്ച് ഒരു ആളുടെ കൂടെ ഇറങ്ങിപ്പോയ നീ എന്ത് അധികാരത്തിലാണ് അത് പറഞ്ഞത്? പിന്നെ വേറെ കാര്യം പറയട്ടെ, ഇപ്പോൾ നിങ്ങൾ പേച്ചപ്പായൊന്നും എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് നിന്റെ ഭർത്താവ് ഒരിക്കലും നിന്റെ ഫാമിലി കൂടെ വീഡിയോ എടുത്തത്? ഓക്കെ, അതൊക്കെ നിങ്ങൾ പേഴ്സണൽ കാര്യമാണ്. അതുപോലെ എല്ലാവർക്കും ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളുണ്ട് തന്നെയാണ്. അതിലേക്ക് ചൂഴ്ന്നിറങ്ങാനോ അല്ലെങ്കിൽ അത് കുത്തി മണപ്പിക്കാനോ ആരും വരരുത്. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ എൻ്റെ ഒരു ശത്രുവാണെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിക്കും. എൻ്റെ ശത്രുവിന് ഒരു ഇത് വന്നു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. മനുഷ്യനായിട്ട് ഞാൻ കാണുന്നുള്ളൂ. എന്തായാലും അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ധന്യ തന്നെ പറയട്ടെ. പഠിച്ചോനെ, എന്താ പറയുക, എനിക്കൊന്നും കൂടുതലൊന്നും പറയാനില്ല. സത്യമാണ് വിജയിക്കുകയുള്ളൂ, അധർമ്മം വിജയിക്കില്ല. സത്യമേവ ജയതേ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതാണ് ജാസി ഇട്ടിരിക്കുന്ന വീഡിയോ. ഹെലൻ അറസ്റ്റിലായി, അതുപോലെ തന്നെ ഹെലനെ പോലീസ് പിടിച്ചു, ഫൈൻ കിട്ടി, ഇതൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണ് ജാസിയും വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഒരു വ്യക്തിവൈരാഗ്യം ഉള്ള പോലെ ഹെലൻ ജാസിയോട് പെരുമാറി, അതായത് എപ്പോഴും വീഡിയോ ഇട്ട് ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ജാസി പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇതിനൊക്കെ ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ, അതുപോലെ തന്നെ പോലീസ് പൊക്കിയ കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞ് ഹെലനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹെലൻ വന്ന് പറയാണ് ജാസിയോട്, ഈ പറയുന്നത് ആരാണാവോ, 10 ദിവസത്തിനുള്ളിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുമോ ജാസിക്ക്? ജാസിയുടെ ബ്ലഡ് ടെസ്റ്റിൽ ആൽക്കഹോൾ ഇല്ലാന്നൊന്ന് കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ജാസിയെയും ഹെലൻ കളിയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പബ്ലിക്കലി വന്ന് ഹെലൻ സോറിയൊക്കെ പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ നടന്ന കാര്യം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഹെലനും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഐ എം വെരി 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 സോറി. എന്റെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു മിസ്റ്റേക്ക് ആണത്. കാരണം ഒരു പരിപാടിയുടെ ഇടയിൽ ഞാനൊരു ഈ പറയുന്നത് പോലെ ഒരു ബിയർ അടിച്ചിട്ടുണ്ടായിരുന്നു. അടിച്ച സമയത്ത് വണ്ടി എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. ഐ എം വെരി 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 സോറി ടു മൈ ഫോളോവേഴ്സ്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരോട്. അത് എന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. അപ്പം ഈ പറയുന്നത് പോലെ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ നിർത്താത്തതിന്റെ കാരണം ഞാൻ പറയാം. റോഡിൽ നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ ഈ ലൈറ്റിന്റെ ഇടയിൽ എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യും. എന്നെ അറിയുന്ന ആൾക്കാരാണ്. അതൊരു പ്രശ്നമാവണ്ട, അതൊരു വീഡിയോ വരണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ നിർത്താതിരുന്നത്. പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിൽ നിന്ന് പറഞ്ഞതുപോലെ വീഡിയോനേക്കാളും ഞാൻ ഫേമസ് ആയി. ഓക്കെ, അത് കഴിഞ്ഞ് എന്റെ വീട്ടിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പോലീസുകാർ വളരെ മാന്യമായിട്ട് മദ്യപിച്ചിട്ടാണോ ഉണ്ടായിരുന്നു ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. അപ്പൊ അവര് ഈ പറയുന്ന പോലെ പെറ്റി അടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഊതുന്ന സാധനത്തിൽ ഊതണം, അതെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അതെടുത്തിട്ട് വന്നു, ഊതി. അത് കഴിഞ്ഞ് ഇത് കോടതിയിൽ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് ഇതിന്റെ അപകടവശങ്ങളും ഇപ്പൊ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ സംഭവിച്ചിരുന്നെങ്കിൽ, ശരിയാണ്, ഞാനും കൂടി അത് ചിന്തിക്കേണ്ടതായിരുന്നു. സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ നമ്മൾ ഖേദിച്ചിട്ടോ അല്ലെങ്കിൽ അയ്യോ ഞാൻ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പറയുന്നതിലോ അർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് കാര്യങ്ങളുടെ സീരിയസ്നെസ്, ഈ പറയുന്ന പോലെ മദ്യപിച്ചതിന് ഒരു കുപ്പി, ഒരു പെഗ് എന്നല്ല, ഞാൻ അരയാണെങ്കിലും 12 ആണെങ്കിലും സ്റ്റിയറിംഗ് തൊടാനേ പാടില്ല എന്നുള്ളതും അതിന്റെ കുറെ കാരണങ്ങളും പറഞ്ഞു തന്നിട്ട് ഇത് അടച്ചാൽ മതി എന്ന് പറഞ്ഞ് പോലീസുകാർ പോവുകയാണ് ഉണ്ടായത്. എന്റെ വണ്ടി എന്റെ കയ്യിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്, ഞാനും അവിടെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഹെലൻ പറയുന്നത് ഇത് എന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വലിയ മിസ്റ്റേക്ക് ആണ്. അപ്പം ഒരു പാർട്ടി കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ കുറച്ച് ബിയർ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്താണ് ഈ പോലീസ് ചെക്കിങ് കണ്ടത്. അപ്പോൾ ഒരു യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഇഷ്യൂ ആകും. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വിട്ടുപോകുന്നു. വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ട് വണ്ടി നിർത്തിയ സമയത്ത് പോലീസുകാർ വരെ ഊതിക്കുകയും വെറ്റിയടിക്കുകയും പിന്നെ ഇങ്ങനെ മദ്യപിച്ച് വണ്ടി ഓടിച്ചാലുള്ള ഭവിഷ്യത്തുകളെ പറ്റി പറഞ്ഞു തരികയൊക്കെ ചെയ്തു. മദ്യപിച്ചിട്ടില്ല, ബിയറാണ് കഴിച്ചതെന്ന് പറയുന്നുണ്ട്. ബിയറാണ് കഴിച്ചതെങ്കിലും മദ്യമാണ് കഴിച്ചതെങ്കിലും നമ്മളൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളാണ്. അപ്പം നിങ്ങളുടെ അത്രയും ഞങ്ങളൊന്നും ആയിട്ടില്ല, ഞങ്ങളൊക്കെ വളർന്നു വരുന്നതേ ഉള്ളൂ. അതല്ല, നമ്മളൊക്കെ ഇതിനെപ്പറ്റി പ്രതികരിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള നമ്മൾ തന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര മോശമാണെന്നൊന്ന് ഓർത്ത് നോക്കിക്കോണേ. എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മദ്യപിച്ചിട്ടൊക്കെ ഓരോരുത്തർ വണ്ടി ഓടിച്ചപ്പോൾ ആരെങ്കിലും നെഞ്ചത്തോട്ട് കയറി നമ്മളാണ് അതെടുത്ത് പ്രതികരിക്കുന്നത്. ഇപ്പൊ ഹെലന്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേനെ? നമുക്ക് പിന്നീട് ഒരു ജീവിതകാലം മൊത്തം ഹെലന് എന്തെങ്കിലും ഒരു വാക്ക് ഒരാളെ പറ്റി ഒരു അഭിപ്രായമോ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ തന്നെ കമന്റ് ബോക്സ് ഫുള്ളും ഹെലനെ പറ്റി ഫുള്ള് നെഗറ്റീവാണ്. അതുപോലെ തന്നെ ഈയിടെയൊക്കെയാണ് ഹെലന്റെ കല്യാണം കഴിഞ്ഞത്. ഹെലന് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരിക്കും. ഹെലന്റെ ഫാമിലിയിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും ഹെലൻ കുറച്ച് മദ്യപിക്കുന്ന ആളാണെന്നുള്ളത്, അല്ലെങ്കിൽ ബീർ കഴിക്കുന്ന ആളാന്നുള്ളത്. അതുപോലെ തന്നെ കല്യാണം കഴിച്ച ആർക്കും അറിയായിരിക്കും. അതിന്റെ ഫാമിലി, അവരുടെ ബന്ധുക്കൾ, നാട്ടുകാർ, അങ്ങനെയുള്ള എല്ലാവരും തന്നെ ഇത് അറിയുകയും ഒക്കെ ചെയ്തില്ലേ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം ഒരു പാർട്ടി ഒരിടത്ത് പോയി ഇപ്പോൾ പെണ്ണുങ്ങളൊക്കെ മദ്യപിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ചെയ്യുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ഭാഗം പെണ്ണുങ്ങൾ അല്ലെങ്കിൽ
ഒക്കെ മാത്രമാണ് ഇതൊക്കെ ചെയ്യാത്തത്. അപ്പം നിങ്ങളുടെ ഹസ്ബൻഡും ഈ ഫാമിലിയായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ മദ്യപിക്കുകയോ മദ്യപിക്കാതിരിക്കുമോ. പക്ഷേ നിങ്ങൾക്ക് ഒരു ഡ്രൈവറെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡിനെയോ ഫ്രണ്ട്സിനെയോ ആരെങ്കിലും കൂട്ടി വരാമായിരുന്നു. നിങ്ങൾ ഡ്രൈവ് ചെയ്ത് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ബോധമേ നിങ്ങൾക്കുള്ളൂ. നിങ്ങളൊരു വലിയ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു യൂട്യൂബറായിട്ട് നിങ്ങൾക്ക് അത്രയും ബോധമേ ഉള്ളൂ. അതേപോലെ തന്നെ എത്രയോ പാവപ്പെട്ടവരാണ് വഴി കൂടെ വണ്ടിയുമായിട്ടും അല്ലെങ്കിൽ ഓരോ ജീവിത മാർഗങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കുന്നത്. മദ്യപിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബീർ കഴിച്ചിട്ടുണ്ടെങ്കിലോ അവർക്ക് ആർക്കെങ്കിലും ഒരു അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഒരു കുടുംബത്തിന്റെ ജീവിത മാർഗം നഷ്ടപ്പെട്ടു പോയേനെ. ഇതിനൊന്നും നമ്മൾ ഇടവരുത്താതിരിക്കുക. നമ്മൾ ഇൻഫ്ലുവേഴ്സ് എന്ന് പറയുമ്പോൾ മദ്യപിക്കാനുള്ള ഇൻഫ്ലുവേഴ്സ് ആയിട്ട് മാറാതെ അപ്പം ഇതിനൊക്കെ എതിരെ പ്രവർത്തിക്കുന്നവരായിട്ട് മാറണം. അതുപോലെ തന്നെ കാണുന്ന എല്ലാവരും ഇൻഫ്ലുവേഴ്സ് അല്ല. ആരെയും യൂട്യൂബിലുള്ള ആരെയും ജീവിതം നമ്മൾ കാണുന്നത് പോലെയല്ല. നമ്മൾ ആരും അവരെ ഇൻഫ്ലുവേഴ്സ് ആയിട്ട് എടുക്കുകയും ചെയ്യരുത്. അവരുടെ ജീവിതത്തിലെ നല്ല നല്ല കാര്യങ്ങൾ, അതായത് കൈ നഷ്ടപ്പെട്ട കാല് നഷ്ടപ്പെട്ട അവർ ജീവിക്കാനായിട്ട് ജീവിതം അവസാനിപ്പിച്ചേക്കാന്ന് കരുതിയിരിക്കുന്ന ആളുകൾ അങ്ങനെയുള്ളവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇൻസ്പയർഡ് ആയിട്ട് നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ഇൻസ്പയർഡ് ആയിട്ട് ജീവിക്കുന്നവരുണ്ടായിരിക്കും. ചിലപ്പം നല്ല കുടുംബജീവിതങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്നവർക്ക് ആ രീതിയിലൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടായിരിക്കും. ഒരു വരുമാനവും ഇല്ലാതെ വീട്ടിലത്തെ ജോലികളും ചെയ്ത് നടക്കുന്ന വീട്ടമ്മമാർക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗം കണ്ടെത്തി കൊടുക്കുന്ന ഒരുപാട്, അല്ലെങ്കിൽ താൻ ചെയ്യുന്ന വരുമാന മാർഗത്തെ പറ്റി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് നമ്മുടെ യൂട്യൂബിൽ. അതുപോലെ തന്നെ അവരൊക്കെയാണ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയേണ്ടത്. അല്ലാതെ ഈ കുറേ മേക്കപ്പ് പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തി അതൊക്കെ വാരി തേച്ചും തൂത്തും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും ഉണ്ടാക്കി അതെല്ലാം വീഡിയോയും ആക്കി വ്ലോഗും ആക്കി നടക്കുന്നവരെയൊക്കെ ഇൻഫ്ലുവൻസ് എന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. ഹെലൻ മാപ്പ് പറഞ്ഞാൽ പോലും മദ്യപിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഹെലന്റെ ഇഷ്ടമാണ്. പക്ഷേ മദ്യപാനം നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കി തുടർന്നും ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഹെലനൊക്കെ തന്നെ കൊള്ളാം. അപ്പം ഈ വാർത്ത നിങ്ങൾ എല്ലാവരും അറിഞ്ഞതായിരിക്കും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് താഴെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.